ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 ജൂൺ ടേമിൽ എക്സാം ജൂൺ ഫസ്റ്റ് വീക്ക് തുടങ്ങിയിട്ട് ജൂലൈ ഫസ്റ്റ് വീക്ക് വരെ നടക്കാൻ പോവാണ്. ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് ഓൾറെഡി ഡിക്ലെയർ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടതാണ്. അപ്പോൾ അന്നേരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം രജിസ്ട്രേഷൻ ഒരു മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ മാർച്ചിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മാർച്ച് 1-ാം തീയതിയാണ്. ഇന്ന് തൊട്ടിട്ട് നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. എക്സാം രജിസ്ട്രേഷൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അക്ഷയയിലോ കഫേയിലൊക്കെ പോയി ചെയ്യാം. ഇഗ്നോ അലേർട്സും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടും മാത്രം ചെയ്യുക. ഒരു തവണ നമ്മൾ ഓപ്റ്റ് ചെയ്തേക്കുന്ന സെൻറ്റർ പിന്നീട് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മാത്രം ഫോം ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോം വന്നിട്ടുള്ളത്. ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇഗ്നോ അലേർട്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇവിടെ നൽകുന്നുണ്ട്. എക്സാം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയാണ്. നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് സർവീസ് ചാർജ് 100 രൂപ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മാർച്ച് 1-ാം തീയതി തൊട്ട് തുടങ്ങിയിട്ട് മാർച്ച് 31 വരെയാണ് നമുക്ക് എക്സാം രജിസ്ട്രേഷൻ ടൈം ഉള്ളത്. അതായത് ലേറ്റ് ഫീ ഒന്നും ഇല്ലാതെ. ചിലപ്പോൾ 31-ാം തീയതി കഴിയുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്റ്റെൻഡഡ് വിത്ത് ലേറ്റ് ഫീ ആയിരിക്കാം. എന്തായാലും മാർച്ച് 31 വരെ നമുക്ക് ലേറ്റ് ഫീയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ടൽ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ പ്രോഗ്രാമും അതുപോലെ തന്നെ ഓഡിയൽ പ്രോഗ്രാമും എടുത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എക്സാമിനേഷൻ ഫീ അടയ്ക്കുന്ന പ്രോസസ്സാണ് എക്സാം രജിസ്ട്രേഷൻ. അപ്പോൾ നമുക്ക് ഫീ അടയ്ക്കണം. ഫീ വന്നിട്ടുള്ളത് ഒരു സബ്ജക്റ്റിന് 200 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്ര സബ്ജക്റ്റിനാണോ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നത് അത് ഇൻറ്റു 200 രൂപ. അപ്പോൾ 5 പേപ്പറാണെങ്കിൽ 5 × 200 1000 രൂപ എന്ത് ചെയ്യണം, നിങ്ങൾ ഇഗ്നോയ്ക്ക് പേയ്മെൻറ്റ് ചെയ്യണം. അതേസമയം നിങ്ങൾക്ക് എന്താ പറയുക, പ്രാക്ടിക്കൽ പ്രോജക്റ്റ് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഫീസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അതായത് 2023 ജാനുവരി സെഷൻ്റെ മുന്നേ അഡ്മിഷൻ എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് 200 രൂപ തന്നെ ഉള്ളൂ. പക്ഷേ 2023 ജാനുവരി സെഷൻ അഡ്മിഷൻ എടുത്തവർക്കാണെങ്കിൽ 4 ക്രെഡിറ്റ് വരെയുള്ള കോഴ്സിനാണെങ്കിൽ 300 രൂപയും 4 ക്രെഡിറ്റിന് കൂടുതലുള്ളവർക്ക് 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ പ്രൊജക്റ്റും ലാബും അങ്ങനെയൊന്നും അധികം പേർക്ക് ഉണ്ടാവാറില്ല. കൂടുതൽ പേർക്കും തിയറി ആയിരിക്കും. തിയറിക്ക് 200 രൂപ തന്നെയാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത് കേട്ടോ. അതുപോലെ എക്സാം സെൻറ്ററിൻ്റെ കേസ് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എക്സാം സെൻറ്റർ സെലക്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് അകത്തുള്ളൊരു സെൻറ്ററാണ്. നമുക്ക് പുറത്തുള്ള സെൻറ്റർ ഒന്നും ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യക്ക് അകത്തുള്ള സെൻറ്റർ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ കൊടുക്കുന്ന സെൻറ്റർ ടെൻറ്റേറ്റീവ് സെൻറ്ററാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സെൻറ്റർ കൊടുക്കാം. അത് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷേ ഏകദേശം ഒരു 90% നമ്മൾ കൊടുക്കുന്നതായിരിക്കും കിട്ടുക. ആ ഒരു സെൻറ്റർ മാറ്റാനുള്ള റൈറ്റ് ഇഗ്നോയ്ക്കുണ്ട്. അപ്പോൾ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സെൻറ്ററൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ഇഗ്നോയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ വ്യക്തമായിട്ടും അലോട്ട്മെൻറ്റ് ഓഫ് എക്സാം സെൻറ്ററിൻ്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്താലും ഒരു സെൻറ്റർ കൊടുത്താലും 90% അത് തന്നെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ അത് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സാം സെൻറ്റർ ഒരു ഫിക്സഡ് സെൻറ്റർ അല്ല, ടെൻറ്റേറ്റീവ് സെൻറ്ററാണ്. അത് മാറ്റാനുള്ള റൈറ്റ് ഇഗ്നോയ്ക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ എക്സാം രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നോട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. മാർച്ച് 31-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. കൊടുക്കുന്ന സെൻറ്റർ ടെൻറ്റേറ്റീവ് സെൻറ്ററാണ്. ഇന്ത്യക്ക് അകത്തുള്ള ഏതൊരു സെൻറ്ററും നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. എക്സാം സെൻറ്റർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് എവിടേക്കാണ് എക്സാം സെൻറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡിക്ലറേഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ഫില്ല് ചെയ്യണ കാര്യത്തിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് എക്സാം രജിസ്ട്രേഷൻ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് എക്സാം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ മതി.